Good morning. Good morning. Good morning, ma'am. Good morning. Okay, good morning. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ ആണ് കണ്ടിരിക്കുന്നത്. അതിലെ ലാസ്റ്റ് ആ ഒരു പേജ് മാത്രമല്ലേ ഇനിയോട് എടുക്കാൻ. അഡ്മിനിസ്ട്രേഷൻ must involve standard policy. അത് മാത്രമേ. ഓക്കെ, നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ്? Administration must involve standard policies for protection of patients in operation theatre. എന്താ അതിൽ പറയുന്നത്? ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ എന്താണ് പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള സ്റ്റാൻഡേർഡ് പോളിസികൾ അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഉൾപ്പെടുത്തിയിരിക്കണം. എന്തൊക്കെയായിരിക്കാം ആ സ്റ്റാൻഡേർഡ് പോളിസീസ്? എന്തിനു വേണ്ടിയാണത്? ഈ പോളിസികൾ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയാണ്? പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും അതേപോലെ തന്നെ ഹൈ ലെവൽ ഓഫ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിനും സർജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ ടൈമിൽ ഉണ്ടാകാവുന്ന മിസ്റ്റേക്സുകൾ റെഡ്യൂസ് ചെയ്യുന്നതിനും വേണ്ടിയാണ് ഇത്തരം പോളിസികൾ കൊണ്ടുവരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സോ ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ ഫീൽഡിലാണ് ഇത്തരം പോളിസികൾ കൊണ്ടുവരേണ്ടത്? ഫസ്റ്റ് വൺ നോക്കിക്കോളൂ, മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. ഓക്കെ, എന്താ പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിലെ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് ചില പോളിസികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ പേഷ്യന്റ് വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് ആ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഏതൊക്കെ മെത്തേഡാണ് ഓപ്പറേഷൻ തിയേറ്ററിലെ സ്റ്റാഫുകൾ സെലക്ട് ചെയ്യുന്നത്? ഏതൊക്കെ ആയിരിക്കാം? ഏതൊക്കെ രീതിയിലാണ് ഒരു പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഫസ്റ്റ് എന്താണ്? മേ ബി അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് അല്ലേ, അവരുടെ നെയിം ഇൻക്ലൂഡിങ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടക്കമുള്ള മെഡിക്കൽ റെക്കോർഡ്സ് നോക്കി ആ പേഷ്യന്റ് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താം. ഓക്കെ, വേറെ എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടോ? ഓപ്പറേഷൻ തിയേറ്ററിൽ വരുന്ന പേഷ്യന്റിന്റെ കയ്യിൽ ഒരു റിസ്റ്റ് ബാൻഡ് ഉണ്ടാവും, കണ്ടിട്ടുണ്ടോ? റിസ്റ്റ് ബാൻഡ്, അതിലെന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും? പേഷ്യന്റിന്റെ നെയിം ഉണ്ടായിരിക്കും. ഓക്കെ, പേര്, ഡേറ്റ് ഓഫ് ബർത്ത് അടക്കം പേരുണ്ടായിരിക്കും. പിന്നെ മെഡിക്കൽ റെക്കോർഡ്സിന്റെ നമ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, നെയ്യും പിന്നെന്തായിരുന്നു? മെഡിക്കൽ റെക്കോർഡ്സിന്റെ നമ്പർ ഉണ്ടായിരിക്കും. ദെൻ ഏജ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. ചില ഹോസ്പിറ്റലാണെങ്കിൽ ബാർകോഡും ഉണ്ടായിരിക്കും. എല്ലാ ഹോസ്പിറ്റലിലും അത് അവൈലബിൾ അല്ല. ചില ഹോസ്പിറ്റലുകളിൽ ബാർകോഡും, ഈ റിസ്റ്റ് ബാൻഡിൽ ബാർകോഡും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ രീതിയിലായിരിക്കണം ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തുന്ന പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അതല്ലാതെ എങ്ങനെയാണ്? പേഷ്യന്റ് താമസിച്ച ബെഡിന്റെ എന്താണ് നമ്പറോ അല്ലെങ്കിൽ ആ റൂമിന്റെ നമ്പറോ അതിന്റെ ബേസിലായിരിക്കരുത് ഒരു പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ആ രീതിയിൽ ഐഡന്റിഫൈ ചെയ്താൽ എന്താ മിസ്റ്റേക്സ് വരുന്നത്? പേഷ്യന്റ് മാറിപ്പോകാം അല്ലേ, സർജറി മാറിപ്പോകാം, അത്തരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ നമ്മൾ കാണാറുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ്? നല്ല പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ്സിലായിരിക്കണം പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. മെയിൻലി ഈ രണ്ട് മെത്തേഡാണ് ചൂസ് ചെയ്യുന്നത്. ഒന്ന്, മെഡിക്കൽ റെക്കോർഡ്സിന്റെ ബേസിൽ എന്താണ് പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. അതേപോലെ തന്നെ എന്താണ്, കയ്യിലുള്ള റിസ്റ്റ് ബാൻഡിന്റെ ബേസിലാണ് പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ക്ലിയർ ആണോ? മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. നെക്സ്റ്റ് എന്താ? റീസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് മൂവ്മെന്റ്. ഓക്കെ, ഒരു പേഷ്യന്റിനെ ഒരു പ്ലേസിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന ടൈമിൽ ചില പോളിസീസ് ഉണ്ട്. എന്തൊക്കെയായിരിക്കാം അത്? എഗെയിൻ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇത്തരം പോളിസികൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്തൊക്കെ പോളിസീസ് ആയിരിക്കാം? ഇപ്പൊ സാധാരണ നടക്കാൻ കഴിയാത്ത ഒരു പേഷ്യന്റ് ആണ്, മൂവ് ചെയ്യാൻ കഴിയാത്ത പേഷ്യന്റ് ആണെങ്കിൽ അത്തരം പേഷ്യന്റിന് വേണ്ടി വീൽ ചെയേഴ്സ് അല്ലെങ്കിൽ സ്ട്രെച്ചർ, ഓക്കെ, അത്തരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ ഒരുക്കിയിരിക്കണം. ക്ലിയർ ആണോ? ദെൻ ആ സ്ട്രക്ചർ അല്ലെങ്കിൽ വീൽ ചെയറുകൾ എങ്ങനെയാണ് അതിന്റെ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. ഓക്കെ, അത് ജം ഫ്രീ ആണെന്നും ഉറപ്പുവരുത്തിയിരിക്കണം. ക്ലിയർ ആണോ? സോ ഒരു പേഷ്യന്റിനെ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, വീൽ ചെയർ മൂവ് ചെയ്യാൻ പറ്റാത്ത പേഷ്യന്റ് ആണെങ്കിൽ എന്താണ്, സ്വയം മൂവ് ചെയ്യാനായിട്ട് പറ്റാത്ത പേഷ്യന്റ് ആണെങ്കിൽ അത്തരം പേഷ്യന്റിന് വേണ്ടി സ്ട്രക്ചർ അല്ലെങ്കിൽ വീൽ ചെയർ ഒരുക്കിയിരിക്കണം. ഇത് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, അതേപോലെ ജം ഫ്രീ ആയിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ, ആൻഡ് തേർഡ് പോയിന്റ് എന്താ പറയുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ വൈൽ ടേണിംഗ് ഓർ ട്രാൻസ്ഫറിംഗ്. ഓക്കെ, ഒരു പേഷ്യന്റ് എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തി,
അതിനുശേഷം എന്താണ്, പേഷ്യന്റിനെ സർജിക്കൽ പ്രൊസീജിയർ ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സ്ട്രക്ചറിലോട്ട്, റിക്കവറി റൂമിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് സ്ട്രക്ചറിലോട്ട് മാറ്റുന്നതാണ് അല്ലെ. അപ്പൊ ആ ടൈമില് അല്ലെങ്കിൽ എന്താണ്, പേഷ്യന്റിനെ മൂവ് ചെയ്യിക്കുമ്പോഴോ അല്ലെങ്കിൽ ടേൺ ചെയ്യിക്കുമ്പോഴോ അതുമെല്ലാം സ്ട്രക്ചറിലേക്ക് മാറ്റുമ്പോഴോ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. എന്തൊക്കെയായിരിക്കാം അവിടെ, എന്തൊക്കെ പോളിസീസ് ആയിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്? അവർക്ക് ഇഞ്ചുറീസ് വരാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, അവർക്ക് എന്താണ്, ഇഞ്ചുറീസ് വരാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഓപ്പറേഷൻ ടേബിളിൽ നിന്നും എന്താണ് സ്ട്രക്ചറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ട്രാൻസ്ഫർ ബോർഡ് അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് എയ്ഡ്സ് നമ്മൾ പറഞ്ഞു, ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹെവി പേഷ്യന്റ് ആണെങ്കിൽ അത്തരം പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യിക്കാനായിട്ട് ലിഫ്റ്റിംഗ് എയ്ഡ്സുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? സോ അത്തരത്തിലുള്ള ട്രാൻസ്ഫർ ബോർഡ് അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് എയ്ഡ്സുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അതിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കണം ട്രാൻസ്ഫർ ചെയ്യിക്കേണ്ടത്. ഓക്കെ, ഈ രീതിയിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫർ ചെയ്യിക്കുന്ന ഈ ട്രാൻസ്ഫർ ബോർഡ് അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് എയ്ഡ്സുകൾ എങ്ങനെയായിരിക്കണം? പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. അതേപോലെ ജം ഫ്രീ ആണെന്നും ഉറപ്പുവരുത്തിയിരിക്കണം. ക്ലിയർ ആണോ? പിന്നെന്താണ്, ചില പേഷ്യൻസ്, ചില ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ, മേജർ സർജറീസ് ആണെങ്കിൽ അത്തരം പേഷ്യന്റ് അൺകോൺഷ്യസ് സ്റ്റേറ്റിലായിരിക്കും അല്ലെ. സോ അവർക്ക് എന്താണ്, അവരെ മൂവ് ചെയ്യിക്കുന്നതിനായിട്ട് അറ്റ്ലീസ്റ്റ് എന്താണ് ഒരു രണ്ടിലധികം സ്റ്റാഫ് എങ്കിലും ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണ് ഇത്രയും കാര്യങ്ങള്? ആൻഡ് ലാസ്റ്റ് പോയിന്റ് എന്താണ്, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾ. ഓക്കെ, എന്തൊക്കെയായിരിക്കാം ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പോളിസികൾ? എന്തൊക്കെയായിരിക്കാം? എന്തൊക്കെയാണ്? സ്റ്റാഫിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഹെൽത്ത് കെയർ സ്റ്റാഫുകൾ എങ്ങനെയാണ് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യേണ്ടത്? എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചിരിക്കണം? PPE വെയർ ചെയ്തിരിക്കണം, വേണ്ടേ? ഓക്കെ, ദെൻ PPE, മാസ്ക്, ഗൗൺസ്, ഗ്ലൗസ് പോലുള്ള PPE വെയർ ചെയ്തിരിക്കണം. പിന്നെന്താണ്, അത് മാത്രം മതിയോ? ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് PPE വെയർ ചെയ്താൽ മാത്രം മതിയോ? സ്ക്രബിംഗ് മെത്തേഡ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? സ്ക്രബിംഗ് മെത്തേഡ്, സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യുന്നതിന് മുൻപ് സ്ക്രബിംഗ് മെത്തേഡ് ചെയ്തിരിക്കണം. ദെൻ പിന്നെ എങ്ങനെയൊക്കെ ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാം? ഓപ്പറേഷൻ തിയേറ്റർ എങ്ങനെയായിരിക്കണം എന്നാ പറഞ്ഞത്? എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. ഓക്കെ, എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. അതേപോലെ തന്നെ ലാമിനാർ എയർ ഫ്ലോ ഫെസിലിറ്റിയും വെന്റിലേഷനും ഉണ്ടായിരിക്കണം. ഓക്കെ, കൂൾ ടെമ്പറേച്ചർ ആയിരിക്കണം. ഓക്കെ, ദെൻ പേഷ്യന്റിനെ ഓപ്പറേഷന് മുൻപ് എന്താണ്, പ്രീ ഓപ്പറേറ്റീവ് പ്രിപ്പറേഷൻ ഉണ്ട്, പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയാണ്? ആ സർജറിക്ക് മുൻപ് സർജറി ചെയ്യുന്ന ആ ഭാഗത്ത്, ചെറിയ ഇൻസെഷൻ ഉണ്ടാക്കുന്ന ആ ഭാഗത്ത് പ്രോപ്പർ ആയിട്ട് ജം ഫ്രീ ആക്കിയിരിക്കണം. അതേപോലെ തന്നെ ഹെയർ എല്ലാം റിമൂവ് ചെയ്തിരിക്കണം. ഓക്കെ, ഈ രീതിയിലാണ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോള് വന്നിരിക്കുന്നത്. ദെൻ ഡിസ്പോസലിനെ സംബന്ധിച്ചാണെങ്കിലോ, ഡിസ്പോസൽ എന്തൊക്കെയായിരിക്കാം? ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസ് ഡിസ്പോസലിനെ സംബന്ധിച്ച് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാകാവുന്ന എല്ലാ വേസ്റ്റുകളെയും എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്തതിനു ശേഷം പ്രോപ്പർ ആയിട്ടുള്ള ലേബിൾഡ് ബാഗ്സിലോ കണ്ടെയ്നേഴ്സിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ഷാർക്സ് ആണെങ്കിൽ ഏത് രീതിയിലുള്ള ബാഗ് ആയിരിക്കണം? ഏത് രീതിയിലുള്ളതാണ് ഷാർക്സ് വേസ്റ്റുകൾക്ക് വേണ്ടി? വെരി ഗുഡ്, പങ്ക്ചർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നേഴ്സ് ആയിരിക്കണം ഷാർപ്പ് വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടത്. ക്ലിയർ ആണോ? സോ എല്ലാ വേസ്റ്റുകളെയും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റുകൾ ഉണ്ട്, അത്തരം വേസ്റ്റുകൾ എന്താണ് സോർട്ട് ഔട്ട് ചെയ്ത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ, ലേബിൾഡ് ചെയ്ത കണ്ടെയ്നറിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ ആണോ ആ ഒരു ടോപ്പിക്? ഓപ്പറേഷൻ തിയേറ്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്തായിരുന്നു? പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്ന പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യണം. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തുന്ന പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യണം. അതിന് മെയിൻലി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാ? അവരുടെ റെക്കോർഡ് കാര്യങ്ങൾ നോക്കൂ, അല്ലെങ്കിൽ അവരുടെ കൈമേൽ ബാൻഡ് ഉള്ളത് നോക്കൂ.
ഓക്കെ, അവരുടെ പേര് തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം അല്ലേ. അത് മെഡിക്കൽ റെക്കോർഡ്സ് നോക്കി ഉറപ്പുവരുത്താം, അല്ലെങ്കിൽ എങ്ങനെയാണ് റിസ്റ്റ് ബാൻഡ് നോക്കി ചെക്ക് ചെയ്യാവുന്നതാണ്. അതല്ലാതെ പേഷ്യന്റ് താമസിച്ച റൂമോ റൂമോ അല്ലെങ്കിൽ എന്താണ് ബെഡിന്റെ നമ്പറോ നോക്കി ആയിരിക്കരുത് ഒരു പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ദെൻ സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? റീസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് മൂവ്മെന്റിന്റെ ടൈമിൽ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന ടൈമിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്? സ്വയം മൂവ് ചെയ്യാൻ കഴിയാത്ത പേഷ്യന്റ് ആണെങ്കിൽ അത്തരം പേഷ്യന്റിന് വേണ്ടി വീൽ ചെയർ അല്ലെങ്കിൽ സ്ട്രെച്ചർ യൂസ് ചെയ്തിരിക്കണം. ആ ഡിവൈസുകൾ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നതാണോ, അതേപോലെ തന്നെ എന്താണ് ജംപ് ഫ്രീ ആണോ എന്നും ഉറപ്പുവരുത്തിയിരിക്കണം. ദെൻ ഓപ്പറേഷൻ ടേബിളിൽ നിന്നും എന്താണ് പേഷ്യന്റിനെ റിക്കവറി റൂമിലേക്ക് മാറ്റുന്ന ടൈമിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, പേഷ്യന്റിന് ഇഞ്ചുറീസ് ഉണ്ടാകാതെ ആയിരിക്കണം ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ട്രാൻസ്ഫർ ബോർഡ് അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് എയ്ഡ്സുകൾ ഉപയോഗിക്കാം. ഈ ഉപയോഗിക്കുന്ന ലിഫ്റ്റിംഗ് എയ്ഡ്സ് ആണെങ്കിലും ട്രാൻസ്ഫറിംഗ് ബോർഡ്സ് ആണെങ്കിലും എങ്ങനെയുള്ളതായിരിക്കണം? ജംപ് ഫ്രീ ആയിരിക്കണം. ഓക്കെ, അതേപോലെ പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നതാണെന്നും ഉറപ്പുവരുത്തിയിരിക്കണം. ഇനി അൺകോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ അവരെ മൂവ് ചെയ്യിക്കുന്നതിനായിട്ട് 2-ലധികം സ്റ്റാഫ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. ദെൻ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾ ഏതൊക്കെയാണ്? PPE വെയർ ചെയ്യണം, സ്ക്രബിംഗ് മെത്തേഡ് ചെയ്തിരിക്കണം, അതേപോലെ വേസ്റ്റുകളെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തിരിക്കണം. ദെൻ പിന്നെന്തായിരുന്നു? ഓപ്പറേഷൻ തിയേറ്ററിൽ യൂസ് ചെയ്യുന്ന എല്ലാ എക്യുപ്മെന്റ്സുകളും എങ്ങനെയുള്ളതായിരിക്കണം? ജംപ് ഫ്രീ ആയിരിക്കണം. ദെൻ ലാമിനാർ എയർ ഫ്ലോ ഉണ്ടായിരിക്കണം. കൂൾ ടെമ്പറേച്ചർ ആയിരിക്കണം. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? ടാർപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ പഞ്ചർ റെസിസ്റ്റന്റിൽ ഡിസ്പോസ് ചെയ്യണം. ഷാർപ്സ് വേസ്റ്റുകൾ പങ്ക്ചർ റെസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലായിരിക്കണം നിക്ഷേപിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ ഇത്? ഓക്കെ, ഇത് ഓപ്പറേഷൻ തിയേറ്ററിൽ ശ്രദ്ധിക്കേണ്ട പോളിസീസ് ആണ്. ഇൻ റിക്കവറി റൂം ഓപ്പറേഷൻ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം പേഷ്യന്റിനെ നെക്സ്റ്റ് എന്താണ് ഷിഫ്റ്റ് ചെയ്യും. എങ്ങോട്ടേക്ക്? റിക്കവറി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ റിക്കവറി റൂമിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ നോക്കിക്കോളൂ. Patient observation to be performed every 15 minutes after the surgery, including vital signs, level of consciousness, bleeding, etc. ഓക്കെ, ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം മോണിറ്റർ ചെയ്യേണ്ടത്? അവരുടെ വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, മോണിറ്റർ ചെയ്തിരിക്കണം. ഏതൊക്കെയാണത്? ഹാർട്ട് റേറ്റ്, ചെക്ക് ചെയ്തിരിക്കണം. ദെൻ BP, പിന്നെന്താണ്? റെസ്പിറേറ്ററി റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഹാർട്ട് റേറ്റ്. ദെൻ ഓക്കെ, അവരുടെ വൈറ്റൽ സയൻസ് പ്രോപ്പർ ആയിട്ട് എവറി 15 മിനിറ്റ്സ്, ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും എന്താണ് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തിരിക്കണം. അതിൽ എന്താണ് ആ ചെക്ക് ചെയ്യുന്ന ടൈം, ബ്ലീഡിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ചെക്ക് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു അബ്നോർമൽ ഫൈൻഡിങ്സ് കണ്ടെത്തിയാൽ ഉടൻ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഫിസിഷ്യനെയോ അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെയോ എന്താണ് വിവരം അറിയിക്കേണ്ടതാണ്. ക്ലിയർ ആണോ? റിക്കവറി റൂമിൽ എത്തിയതിനു ശേഷം പേഷ്യന്റിനെ എല്ലാ 15 മിനിറ്റ് കൂടുമ്പോഴും അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്തിരിക്കണം. അതേപോലെ തന്നെ അവരുടെ വൈറ്റൽ സയൻസ് മോണിറ്റർ ചെയ്തിരിക്കണം. എന്തെങ്കിലും ഒരു അബ്നോർമൽ ഫൈൻഡിങ്സ് കണ്ടെത്തിയാൽ ഉടൻ തന്നെ മ്യൂട്ട് ചെയ്തോളൂ, പ്ലീസ് മ്യൂട്ട് ചെയ്യൂ. ഡ്യൂട്ടിയിലുള്ള ഫിസിഷ്യനെ അത് അറിയിച്ചിരിക്കണം. Then all equipment should be ready on demand. ആവശ്യത്തിനനുസരിച്ച് എപ്പോഴാണ് എമർജൻസി വരുന്നത് ആ ടൈമിനായിട്ട് എന്താണ് എല്ലാ ഡിവൈസുകളും, ഇത്തരത്തിലുള്ള വൈറ്റൽ മോണിറ്ററിംഗ്, പേഷ്യന്റ് മോണിറ്റേഴ്സ് ഉൾപ്പെടെ എല്ലാ ഡിവൈസുകളും റിക്കവറി റൂമിൽ സെറ്റ് ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? Then the third point നോക്കിക്കോളൂ. Restriction of visitors to prevent infection. ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിനായിട്ട് റിക്കവറി റൂമിൽ എങ്ങനെയാണ് വിസിറ്റേഴ്സിനെ അലൗ ചെയ്യുന്നതല്ല. ഓക്കെ, വിസിറ്റേഴ്സ് എന്തുകൊണ്ട് അലൗഡ് അല്ല? പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തണം, വേണ്ടേ? അപ്പൊ ഇൻഫെക്ഷനെ തടയുന്നതിന് വേണ്ടി വിസിറ്റേഴ്സ് റിക്കവറി റൂമിലേക്ക് പ്രവേശിക്കാനായിട്ട് പാടുള്ളതല്ല. ഈ 3 കാര്യങ്ങളാണ് ഒരു റിക്കവറി റൂമിൽ ശ്രദ്ധിക്കേണ്ട പോളിസീസിൽ വരുന്നത്. ക്ലിയർ ആണോ? Okay, and the last topic, which is responsibilities of an operating room executive secretary. Okay, ഒരു ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്?
ഫസ്റ്റ് വൺ എന്താണ്? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് കീപ് ദ ഡിപ്പാർട്ട്മെന്റ് റണ്ണിംഗ് സ്മൂത്ത്ലി ആൻഡ് എഫക്റ്റീവ്ലി ബൈ ഗ്രീറ്റിംഗ് ആൻഡ് വെൽക്കമിംഗ് പേഷ്യൻസ്. ഓക്കെ, അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ് ആ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആയിട്ട്, എല്ലാ പ്രവർത്തനങ്ങളും സ്മൂത്ത് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും നടക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അത് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ദെൻ ആൻസറിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലിയർ ഡൗട്ട്സ്. ഓക്കെ, ഓപ്പറേഷൻ റൂം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സർജറികൾ ഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ, അതൊരു ഓപ്പറേഷൻ എന്താണ്, എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഓപ്പറേഷൻ എന്താണ്, സർജറികൾ ഷെഡ്യൂൾ ചെയ്യുക, അതേപോലെ തന്നെ സപ്ലൈസ് ഓർഡർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് എല്ലാ റൂൾസും അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഒരു സെക്രട്ടറിയുടെ, ഒരു എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ സർജറി ഷെഡ്യൂൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റൂൾസുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഈ എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്കാണ്. ക്ലിയർ ആണോ? ആൻസറിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലിയർ ഡൗട്ട്സ്. ഏതൊരു ഡൗട്ട്സും ക്ലിയർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്കാണ്. രണ്ട് പോയിന്റ് ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പേഴ്സൺ ആരാണ്? അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് വൺ എന്തായിരുന്നു? ഓപ്പറേഷൻ ഷെഡ്യൂൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ എന്താണ്, അവിടെ പ്രവർത്തിക്കുന്ന റൂൾസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും ഇദ്ദേഹത്തിന് തന്നെയാണ്. ആൻഡ് ദ തേർഡ് വൺ, ദീസ് വർക്കേഴ്സ് ഓപ്പറേറ്റ് ഓഫീസ് എക്യുപ്മെന്റ് that includes voicemail and phone system, machines, copiers and scanners, and also maintain and organize department supplies. Okay. സോ ഡിപ്പാർട്ട്മെന്റിനുള്ളിലെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നടത്തുന്നതിന് വേണ്ടി ഈ ഡിവൈസുകൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടതിനുള്ള റെസ്പോൺസിബിലിറ്റിയും ഇദ്ദേഹത്തിന് തന്നെയാണ്. ഓക്കെ, അതായത് വോയിസ് മെയിൽ ചെയ്യുക അല്ലെങ്കിൽ ഇമെയിൽ അയക്കുക, അതേപോലെ തന്നെ ഫോൺ സിസ്റ്റം, ഫോൺ യൂസ് ചെയ്യുക, കോളുകൾ അറ്റൻഡ് ചെയ്യുക, അത് ഏത് സ്റ്റാഫിനാണോ കോളുകൾ ഉചിതമായ സ്റ്റാഫുകളിലേക്ക് ആ കോളുകൾ റൂട്ട് ചെയ്യുക. ഓക്കെ, പിന്നെന്തായിരുന്നു? കോപ്പിയേഴ്സ് ആൻഡ് സ്കാനേഴ്സ്. എന്താ അതിൽ പറയുന്നത്? ഡോക്യുമെന്റ്സുകൾ കോപ്പി എടുക്കേണ്ടി വരാറുണ്ട് അല്ലെ? അപ്പൊ ഡോക്യുമെന്റ്സുകൾ കോപ്പി ചെയ്യുക, അതേപോലെ തന്നെ റെക്കോർഡ്സുകൾ സ്കാൻ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾക്കായിട്ട് ഇത്തരം മെഷീൻസ് ഉപയോഗിക്കേണ്ട, ഓപ്പറേറ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയും ഈ എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്ക് തന്നെയാണ്. ക്ലിയർ ആണോ? And the fourth one, നോക്കിക്കോളൂ, they accept and route message and transfer correspondence verbally or through write forms. എന്താണ്? ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സുഗമമായ പ്രവർത്തനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അല്ലെങ്കിൽ സർജിക്കൽ ടീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കുന്നതിന് എന്താണ്? അതിനിടയിലുള്ള ഒരു കമ്മ്യൂണിക്കേറ്റർ ആയിട്ട് പ്രവർത്തിക്കേണ്ടത് ഈ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇൻഫർമേഷൻസ് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അല്ലെങ്കിൽ സർജിക്കൽ ടീമിലേക്ക് പാസ് ചെയ്യിക്കേണ്ടത് ആരാണ്? അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഈ എക്സിക്യൂട്ടീവ് സെക്രട്ടറി തന്നെയാണ്. ഓക്കെ, അത് വെർബലിയോ അല്ലെങ്കിൽ എന്താണ് റിട്ടൺ ഫോമിലോ ആ മെസ്സേജ് അവരിലേക്ക് എത്തിച്ചിരിക്കണം. ക്ലിയർ ആണോ? And the fifth one, additional duties consist of taking specimens to the lab, help in scheduling procedures, supporting the department through updating bed status. എന്താ അതിൽ പറയുന്നത്? ചില അഡീഷണൽ ഡ്യൂട്ടീസ് കൂടി ഇദ്ദേഹത്തിന് വരുന്നുണ്ട്. എന്തൊക്കെയാണത്? ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ പരിശോധനയ്ക്കായിട്ട് ലാബുകളിലേക്ക് സാമ്പിളുകൾ കൊണ്ടുപോകേണ്ടി വരാറുണ്ട്. ഓക്കെ, സാമ്പിളുകൾ കൊണ്ടുപോകുക, അതേപോലെ തന്നെ സർജൻസിനെയും സ്റ്റാഫുകളെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഓപ്പറേഷൻ ഷെഡ്യൂൾ ചെയ്യുക. പിന്നെന്താണ്? തേർഡ് വൺ എന്താ പറയുന്നത്? ബെഡ് അവൈലബിൾ ആണ് തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ട റെസ്പോൺസിബിലിറ്റിയും ഇദ്ദേഹത്തിന് തന്നെയാണ്. ക്ലിയർ ആണോ? അഡീഷണൽ ഡ്യൂട്ടീസ് ആണ്. നേരത്തെ പറഞ്ഞ ഡ്യൂട്ടീസിന് പുറമെ അഡീഷണൽ ആയിട്ട് വരുന്ന ഡ്യൂട്ടീസ് ആണ് ലാബിലേക്ക് സാമ്പിൾസ് കൊണ്ടുപോകുക. ഓക്കെ, പിന്നെന്താണ്?
ഓപ്പറേഷൻ ഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ, ബെഡ് സ്റ്റാറ്റസിന്റെ ബെഡ് അവൈലബിൾ ആണോ എന്ന് നോക്കിയിട്ട് ഓപ്പറേഷൻ ഷെഡ്യൂൾ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയും ഇദ്ദേഹത്തിന് തന്നെയാണ്. And the sixth one, maintaining cleanliness and orderliness like cleaning nurses stations. Okay, ഒരു ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലെ എന്താണ് നേഴ്സിംഗ് സ്റ്റേഷൻ, നേഴ്സ് സ്റ്റേഷൻ പോലുള്ള ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വിവിധ ഏരിയാസ് പ്രോപ്പർ ആയിട്ട് ക്ലീൻ ആണോ, ഓക്കെ, എല്ലാ ചിട്ടയോടും കൂടിയാണോ പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടതും ഈ എക്സിക്യൂട്ടീവ് സെക്രട്ടറി തന്നെയാണ്. ക്ലിയർ ആണോ? നേഴ്സിംഗ് സ്റ്റേഷൻ പോലെയുള്ള ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് ഏരിയാസ് പ്രവർത്തിക്കുന്നത് നല്ല രീതിയിലാണോ, ഓക്കെ, ക്ലീൻ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത്, ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തേണ്ട റെസ്പോൺസിബിലിറ്റിയും ഈ എന്താണ് ഈ സെക്രട്ടറിക്ക് തന്നെയാണ്, എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്ക് തന്നെയാണ്. ആൻഡ് ദ ഫൈനൽ വൺ, executive secretaries may also be responsible for managing and training new clerical within the operating room department. Okay, ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്ന പുതിയ സ്റ്റാഫുകളുണ്ട് അല്ലെ, ന്യൂ ക്ലറിക്കൽ സ്റ്റാഫുകളുണ്ട്, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരെ മാനേജ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും ഇദ്ദേഹത്തിന് തന്നെയാണ്. ഓക്കെ, അവരെന്ത് ചെയ്യാം, അവർക്ക് ഡ്യൂട്ടീസ് പറഞ്ഞു കൊടുക്കുക, അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റിയും ഈ എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്ക് തന്നെയാണ്. ക്ലിയർ ആണോ? ഒരു ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമാണ്, എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഓപ്പറേറ്റിംഗ് റൂമിലെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ടോ നോക്കുക, പിന്നെ പേഷ്യന്റ് വെൽക്കമിങ് ചെയ്യുക, നല്ല രീതിയിൽ ഗ്രീറ്റിംഗ്സോടുകൂടി വെൽക്കമിങ് ചെയ്യാം. രണ്ടാമത്തത് അവരുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയി അവർ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ആൻസേഴ്സ് കൊടുക്കുക. ഓക്കെ, ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഷെഡ്യൂൾ, ഓപ്പറേഷൻ ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ റൂൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ എന്താണ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. ഓക്കെ, ദെൻ തേർഡ് വൺ എന്തായിരുന്നു? കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് പ്രോപ്പർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യണം അല്ലെ. ഫോൺ വന്നാൽ എന്താണ്, അത് ഏത് സ്റ്റാഫിനാണോ ആ ഉചിതമായ സ്റ്റാഫിലേക്ക് ആ ഫോൺ കോൾ എന്ത് ചെയ്യണം, റൂട്ട് ചെയ്യേണ്ടതുണ്ട്. ദെൻ ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ പ്രോപ്പർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയും ഈ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്കാണ്. ദെൻ പിന്നെന്തായിരുന്നു? ഇൻഫർമേഷൻസ് മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എക്സിക്യൂട്ടീവ് സെക്രട്ടറി. ഓക്കെ, ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക. ദെൻ അഡീഷണൽ ഡ്യൂട്ടീസ് ചെയ്യുക, ലാബിലെ എല്ലാം കളക്ട് ചെയ്ത് ലാബിലെത്തിക്കുക, ഓപ്പറേഷൻ ഷെഡ്യൂൾ ചെയ്യുക, ബെഡിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് ഓപ്പറേഷൻ ഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ, ഇത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് അതിനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്ക് തന്നെയാണ്. ഓക്കെ, ആൻഡ് ദി സിക്സ്ത് വൺ, സ്റ്റേഷൻസ് ഓപ്പറേഷന്റെ അതുപോലെ മറ്റ് സ്ഥലങ്ങൾ നല്ല രീതിയിലാണോ പോകുന്നത്, ക്ലീൻ ആയിട്ടാണോ എന്നൊക്കെ നോക്കുക. ഓക്കെ, അതും ഉറപ്പുവരുത്തേണ്ടതാണ്. ദെൻ ലാസ്റ്റ് വൺ എന്തായിരുന്നു? പുതിയ വന്ന ക്ലർക്ക് സ്റ്റാഫുകൾക്ക് അവർക്ക് എല്ലാ കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, അവരെ ട്രെയിൻ ചെയ്യുക, ഓപ്പറേറ്റിംഗ് റൂം ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അവർക്ക് ഇൻസ്ട്രക്ഷൻ നൽകുക, അവരെ ഗൈഡ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയും ഇദ്ദേഹത്തിന് തന്നെയാണ്. ക്ലിയർ ആണോ? ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പോയിന്റ് ഒന്നും കൂടി പറയോ? ഫോർത്ത് പോയിന്റ് route message accept and route message and transfer correspondence verbally or through right forms. ഓക്കെ, എന്താണ് ഒരു സ്ഥലത്ത് നിന്നും ഒരു ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഇൻഫോർമേഷൻസ് എന്താണ് സർജിക്കൽ ടീമുമായിട്ട് അല്ലെങ്കിൽ എന്താണ് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ആ ഇൻഫോർമേഷൻ പാസ് ചെയ്യിക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ആ ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ ചെയ്യിക്കേണ്ട റെസ്പോൺസിബിലിറ്റിയും ഈ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടേതാണ്. ഓക്കെ, അത് വെർബലി പറയാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ മെസ്സേജ് പാസ് ചെയ്യിക്കാം? വെർബലി പാസ് ചെയ്യാം, അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ഒരു റിട്ടൺ ഫോമിൽ ആ മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്യിക്കേണ്ടതാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, സോ ഈ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ 14 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ എന്തൊക്കെയായിരുന്നു നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത് ഇതുവരെ? എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ, എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു ഓപ്പറേഷൻ തിയേറ്റർ? എന്താണ് സർജൻസ് സർജറീസ് പെർഫോം ചെയ്യുന്ന സ്പെഷ്യൽ റൂം ആണ്.
എന്തോ? ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയർ ഉണ്ട്. എന്താണ് ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയർ? ശരീരത്തിൽ മുറിവുണ്ടാക്കി ട്രീറ്റ് ചെയ്യുന്ന. ശരീരത്തിൽ മുറിവുണ്ടാക്കി അതിലൂടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെയാണ് ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, സർജറീസ് ഉണ്ട്? കീഹോൾ സർജറി, റോബോട്ട് കീഹോൾ സർജറി, റോബോട്ട് സർജറി, ദെൻ ഓപ്പൺ സർജറി. ഓക്കെ, വലിയ മുറിവിലൂടെ ഓപ്പറേഷൻ നടത്തുന്നതിനെയാണ് ഓപ്പൺ സർജറി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഓപ്പറേഷൻ റൂം അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെയായിരിക്കണം? ഒരു എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം? ജേം ഫ്രീ ജേം ഫ്രീ ആയിരിക്കണം. അവിടുത്തെ ടെമ്പറേച്ചർ നല്ല കൂളിംഗ് ആയിരിക്കണം. ഓക്കെ, എയർ കണ്ടീഷണർ റൂം ആയിരിക്കണം. എയർ കണ്ടീഷൻ റൂം ആയിരിക്കണം. ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റവും ഉണ്ടായിരിക്കണം. ദെൻ ഓപ്പറേറ്റിംഗ് റൂമിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയായിരുന്നു? ബ്രീത്തിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകൾ ഉണ്ടല്ലേ, റെസ്പിറേറ്ററി, അതുപോലെ കാർഡിയാക് സപ്പോർട്ട്, പിന്നെന്തായിരുന്നു, എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസസ് വരുന്നുണ്ട്, പേഷ്യന്റ് മോണിറ്റേഴ്സ്. ഓക്കെ, പേഷ്യന്റിന്റെ വൈറ്റൽ സൈൻസ് മോണിറ്റർ ചെയ്യുന്നതിനുള്ള ഡിവൈസുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ടൂൾസുകൾ വരുന്നുണ്ട്. ദെൻ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താണ് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഏതൊക്കെയായിരുന്നു? സർജൻസ് ഉണ്ട്, അതേപോലെ തന്നെ നേഴ്സസ് ഉണ്ടാകാം. പിന്നെ അനസ്തേഷ്യസ്റ്റ്. ഓക്കെ, ദെൻ തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ്. ഓക്കെ, കാർഡിയോഗ്രാഫേഴ്സ്, റേഡിയോഗ്രാഫേഴ്സ്. ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ പാലിക്കേണ്ട പോളിസികൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പോളിസികളാണ് ശ്രദ്ധിക്കേണ്ടത്? ID കാർഡ് കാണിച്ചു കൊടുക്കുക, എന്താണ് എയിം എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ദെൻ ആർട്ടിഫിഷ്യൽ നെയിലോ ചിപ്പ്ഡ് നെയിലോ ജുവലറീസ് ഒക്കെ റിമൂവ് ചെയ്തിരിക്കണം. റിമൂവ് ചെയ്യണം. അതേപോലെ നെയിൽ എക്സ്റ്റെൻഡേഴ്സ് ഉണ്ടാകാൻ പാടില്ല, അത് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെന്തായിരുന്നു? സർജിക്കൽ ക്ലോത്ത്, സർജിക്കൽ ഗൗൺ യൂസ് ചെയ്യണം. സർജിക്കൽ ഗൗൺസ് ഏത് രീതിയിലുള്ളതായിരിക്കണം? ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് മെറ്റീരിയൽ, ഫ്ലൂയിഡ് റെസിസ്റ്റന്റ് മെറ്റീരിയൽസ് കൊണ്ടുള്ള സർജിക്കൽ ഗൗൺസ് വെയർ ചെയ്തിരിക്കണം. ദെൻ പിന്നെന്തായിരുന്നു? ഷൂസ് കവർ ചെയ്യണം, ഹെഡ് കവർ ചെയ്യണം ക്യാപ്സ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഹാൻഡ് സ്ക്രബ് പറഞ്ഞല്ലേ, സ്റ്റെറൈൽ ഗ്ലൗസ് വെയർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ് ഹാൻഡ് സ്ക്രബ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതിനുശേഷം അസെപ്റ്റിക് മെത്തേഡ്സ് അല്ലെങ്കിൽ അസെപ്റ്റിക് ടെക്നിക്സ് എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു? PPE ധരിക്കല്, ഹാൻഡ് സ്ക്രബ്, പിന്നെ സ്റ്റെറൈൽ ഗ്ലൗസ്, ജേം ഫ്രീ ആക്കിയിട്ട് പോയി എൻവയോൺമെന്റ് വെക്കല്. ഓക്കെ, എന്താണ് പേഷ്യന്റിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എല്ലാ ഹെൽത്ത് കെയർ സ്റ്റാഫുകളും ഫോളോ ചെയ്യുന്ന ചില മെത്തേഡ്സുകളാണ് അസെപ്റ്റിക് ടെക്നിക്സ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? അതിനുശേഷം സോണിംഗ് ദ ഓപ്പറേഷൻ തിയേറ്റർ പഠിച്ചു. ഒരു ഓപ്പറേഷൻ തിയേറ്ററിനെ മെയിൻലി എത്ര സോൺ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 4 സോൺ. ഏതൊക്കെയായിരുന്നു? പ്രൊട്ടക്റ്റീവ്, ക്ലീന്, സ്റ്റെറൈല്, ഡിസ്പോസബിൾ സോൺ. ഓക്കെ, 4 സോണുകൾ വരുന്നുണ്ട്. പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ ആൻഡ് 4th വൺ ഡിസ്പോസൽ സോൺ. ഓക്കെ, അതിനുശേഷം പിന്നെന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഓപ്പറേഷൻ തിയേറ്ററിലെ ഡെഫിഷ്യൻസീസ് പഠിച്ചു അല്ലെ? എന്താണ്? ഒരു പ്രത്യേക റിസപ്ഷൻ ഏരിയയിൽ ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രമായിട്ട് ഒരു റിസപ്ഷൻ ഏരിയ ഇല്ല, അതൊരു ഡെഫിഷ്യൻസി ആയിരുന്നു. പിന്നെന്താണ്? സർജൻസിന് അല്ലെങ്കിൽ അനസ്തീഷിയോളജിസ്റ്റ്, അതേപോലെ ജൂനിയർ ഡോക്ടർ, OT അറ്റൻഡൻസ്, ഇവർക്ക് വേണ്ടിയിട്ട് എന്താണ്? സെപ്പറേറ്റ് റൂംസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെന്തായിരുന്നു? ചേഞ്ചിങ് റൂംസും സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. Then lack of laminar fluid then OT പ്രോട്ടോകോളിന്റെ ലാക്ക് ഓഫ് സ്റ്റാൻഡേർഡ്. okay, then സെൻട്രൽ CSSD ആയിട്ട് സെപ്പറേറ്റ് ഇല്ല. ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടി മാത്രമായിട്ട് ഒരു സ്റ്റെറൈൽ സപ്ലൈ യൂണിറ്റ് പ്രവർത്തിക്കുന്നില്ല, അതൊരു ഡെഫിഷ്യൻസി ആണ്. ദെൻ എന്താണ്? വെയിറ്റിംഗ് ഏരിയയിൽ ചില എന്താണ് ഡെഫിഷ്യൻസീസ് ഉണ്ട്, പ്രോപ്പർ ആയിട്ട് നോട്ട് വെൽ എക്യുപ്ഡ് ആണ്, അതേപോലെ തന്നെ ലാക്ക് ഓഫ് ബേസിക് ഫെസിലിറ്റീസ് ഉണ്ട്. ഇതെല്ലാം ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഡെഫിഷ്യൻസി ആയിട്ട് വരുന്നതാണ്. ദെൻ മെയിൻലി 3 ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ പഠിച്ചു. ഏതൊക്കെയായിരുന്നു?
മോഡുലാർ OT, മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, ഇന്റഗ്രേറ്റഡ് ഇന്റഗ്രേറ്റഡ് OT, ഓപ്പറേഷൻ തിയേറ്റർ, ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ഹൈബ്രിഡ്, ഇന്റഗ്രേറ്റഡ് ആൻഡ് മോഡുലാർ, ഇതെല്ലാം എന്താണെന്ന് ഓർമ്മയുണ്ടോ? ആൻഡ് ഓക്കെ, ദെൻ പ്രിവെന്റീവ് മെഷേഴ്സ്, ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി എന്തെല്ലാം മുൻകരുതലുകൾ എടുത്തിരിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം? ഓക്കെ, ഒരു ഡൗട്ട് ഉണ്ട്. ഹൈബ്രിഡ് OT ഇല്ലേ, ആ. അതില് CT സ്കാനർ പിന്നെ MRI സ്കാനർ ഒക്കെ ഉണ്ടല്ലോ. നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിലെ എക്യുപ്മെന്റ്സ് മെറ്റൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ല യൂസ് ചെയ്യണേ. അപ്പൊ അത് ഒരു പ്രശ്നമാവില്ലേ? അതായത് ഈ സർജിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഓപ്പറേഷൻ തിയേറ്ററിൽ, ഈ CT സ്കാനും MRI സ്കാനറും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മള് മെറ്റൽസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണല്ലോ പറയാ. അപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ അത് ഉണ്ടാവുമ്പോ അത് മറ്റു സ്റ്റാഫുകൾക്കായാലും പേഷ്യൻസിനായാലും മുറിവൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുക. ഹൈബ്രിഡ് ഓപ്പറേഷൻ തിയേറ്റർ, അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കും. അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ മെത്തേഡ്സുകളും എന്താണ് അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ എന്താണ്, ഇത്തരത്തിലുള്ള ഇമേജിംഗ്, എന്താണ്, മെഡിക്കൽ ഇമേജിംഗിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഓപ്പറേഷൻ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, പ്രിവെന്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ്? പ്രിവെന്റീവ് മെഷേഴ്സ് നഴ്സുമാർക്ക് പ്രിപ്പയർ ചെയ്ത ഷൂ മാത്രമേ യൂസ് ചെയ്യാം. ഓക്കെ, ഷാർപ്പ് ഒബ്ജക്റ്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഡിസ്പോസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഉണ്ടായിരിക്കണം, ഇലക്ട്രിക് ഷോക്കിൽ നിന്ന് ഓട്ടയെ സംരക്ഷിക്കാൻ വേണ്ടി. ഓക്കെ, അതിനുള്ള ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഉണ്ടായിരിക്കണം. ദെൻ ഒരു റേഡിയേഷൻ ഡോസിമീറ്റർ ഉണ്ടായിരിക്കണം. ഓക്കെ, നല്ല വെന്റിലേഷൻ ഉള്ള എയർ കണ്ടീഷൻ, കാരണം മണം, ഗ്യാസ്, വേപ്പർ ഇതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സെൻസിറ്റീവായ നഴ്സുമാരാണെങ്കിൽ ലാറ്റക്സിന് പകരം നോൺ ലാറ്റക്സ് പൗഡറും ഫ്രീ ലാറ്റക്സ് ഗ്ലോവ്സ് ഒക്കെ യൂസ് ചെയ്യാം. നോൺ ലാറ്റക്സ് ഗ്ലൗസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ദെൻ പിന്നെ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സും ഒക്കെ ആയിട്ട് കോണ്ടാക്ട് വരുമ്പോൾ പ്രിക്കോഷൻസ് എടുക്കാം, ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യേണ്ട പ്രിക്കോഷൻസ് എടുക്കാം. ഓക്കെ, ഹാൻഡ്സ് ഒക്കെ നല്ലപോലെ വാഷ് ചെയ്യാം. പിന്നെ ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സ് കോണ്ടാക്ട് വരികയാണെങ്കിൽ ലിഫ്റ്റിംഗ് എയ്ഡ് ഉണ്ടായിരിക്കണം. ഹെവി പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരെ കെയർ ചെയ്യാൻ ലിഫ്റ്റിംഗ് എയ്ഡ് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ഓക്സിജൻ ഗ്യാസിന്റെയോ അനസ്തറ്റിക് ഗ്യാസിന്റെയോ ലീക്കേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ദെൻ ദ ഫൈനൽ പോയിന്റ് എന്തായിരുന്നു? കൺട്രോൾ ഓഫ് ഫയർ ഡേഞ്ചർ. ഓക്കെ, ഇതൊക്കെയായിരുന്നു ഇത്തരം പ്രിവെന്റീവ് മെഷേഴ്സ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ നമ്മൾ എടുത്തിരിക്കണം. ദെൻ എമർജൻസി എക്യുപ്മെന്റ്സ് അസോസിയേറ്റഡ് ഡ്യൂട്ടീസ് ആർ, അതിൽ കാർഡിയാക് ട്രോളി വേണം, ഡെഫിബ്രിലേറ്ററോട് കൂടിയ ഒരു കാർഡിയാക് ട്രോളീസ് ഉണ്ടായിരിക്കണം. അത് എവിടെയാണ് അതിന്റെ ലൊക്കേഷൻ എന്ന് എല്ലാ സ്റ്റാഫുകളും അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ പിന്നെന്താണ്, ഓരോ സ്റ്റാഫിനും ഓരോ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ആ ഡ്യൂട്ടി പ്രോപ്പർ ആയിട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, എക്സ്പയർഡ് മെഡിസിൻസിന്റെ ഡേറ്റ് കഴിഞ്ഞതാണോ, അല്ലെങ്കിൽ എന്താണ്, എല്ലാ ഡിവൈസുകളും പ്രോപ്പർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അതാത് സ്റ്റാഫുകളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? പോളിസികൾ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ പാലിക്കേണ്ട പോളിസികൾ എന്തൊക്കെയാണ്? മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ, എന്താണ്, പേഷ്യന്റിനെ പ്രോപ്പർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അതിന് 2 മെത്തേഡാണ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം എന്താണ്, പേഷ്യന്റിനെ മൂവ് ചെയ്യിക്കുമ്പോൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു. പിന്നെന്തായിരുന്നു, ഓപ്പറേറ്റിംഗ് ടേബിളിൽ അല്ലെങ്കിൽ ടേൺ ചെയ്യിക്കുമ്പോഴോ ട്രാൻസ്ഫർ ചെയ്യിക്കുമ്പോഴോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു. ദെൻ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസും പഠിച്ചു. റിക്കവറി റൂമിലാണെങ്കിലോ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? 15 മിനിറ്റ് കൂടുമ്പോൾ പേഷ്യന്റിനെ ഒബ്സർവ് ചെയ്യുക, അവരെ വൈറ്റൽ സൈനും അവരുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സും ബ്ലീഡിംഗ് എല്ലാം ചെക്ക് ചെയ്തിരിക്കണം. എവറി 15 മിനിറ്റ്സ് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. പിന്നെന്തായിരുന്നു, എല്ലാ എക്യുപ്മെന്റ്സും അവിടെ റെഡി ആയിരിക്കണം ഓക്കെ, ആവശ്യം വരികയാണെങ്കിൽ. പിന്നെ വിസിറ്റേഴ്സിനെ ഒക്കെ റെസ്ട്രിക്ട് ചെയ്യണം, ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി. ഓക്കെ, പിന്നെ റെസ്പോൺസിബിലിറ്റീസ് പഠിച്ചു. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഒരു ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്ക് ഉള്ളത്? എന്തൊക്കെയായിരുന്നു? OT റൂം മൊത്തം എഫക്റ്റീവ് ആക്കുക, പേഷ്യൻസിനൊക്കെ വെൽക്കമിങ് ചെയ്യുമ്പോൾ നല്ലപോലെ വെൽക്കമിങ് ചെയ്യുക, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ചെയ്യുക, അവരുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുക.
ഓക്കെ. പിന്നെ ഇത് വോയിസ് മെയിലും അതൊക്കെ ഡിപ്പാർട്ട്മെന്റിലും നഴ്സുമാരെയൊക്കെ ഡിവൈസുകൾ പ്രോപ്പർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ. ദെൻ പിന്നെ OT-ന്ന് ലഭിക്കുന്ന എല്ലാ ഇൻഫർമേഷനും വെർബലി അല്ലെങ്കിൽ റൈറ്റ് ഫോം ആയിട്ട് അറിയിക്കുക. ഓക്കെ. ദെൻ അഡീഷണൽ ആയിട്ടുള്ള ഡ്യൂട്ടീസും കൂടി ചെയ്യുക. പിന്നെ ലാബിലേക്കുള്ള ഇതെല്ലാം ഓപ്പറേഷൻ ഷെഡ്യൂൾ ചെയ്യുക, ബെഡിന്റെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട്. ഓക്കെ. ആൻഡ് 6th വൺ എന്തായിരുന്നു? നഴ്സിംഗ് സ്റ്റേഷൻ പോലത്തെ എല്ലാ ഏരിയകളും നല്ലപോലെ ക്ലീൻ ആയിട്ട് വെക്കുക. അവിടുത്തെ ഇതൊക്കെ പ്രവർത്തികളൊക്കെ ഓർഡർ ആയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. പിന്നെ പുതിയതായിട്ട് വരുന്ന ന്യൂ ക്ലറിക്കൽ സ്റ്റാഫിനൊക്കെ അവർക്ക് അവരെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക. ഇതെല്ലാം ഒരു എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇതോടുകൂടി ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ലേബർ റൂം, ചാപ്റ്റർ 29 ലേബർ റൂം. അത് റീഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. റീഡ് ചെയ്തായിരുന്നു എല്ലാവരും? PDF ഇല്ലേ കയ്യിൽ എല്ലാവരുടെയും? ചാപ്റ്റർ 29 ലേബർ റൂം. ഓക്കെ. അതിലെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കിക്കോളൂ. Obstetrics and gynecology services are practiced in almost all of the hospitals where obstetrics deals with the process of childbirth. Notable functional area of the maternity ward. ഓക്കെ. അപ്പൊ ഒബ്സ്റ്റെട്രിക്സ് എന്താണ്? ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഒബ്സ്റ്റെട്രിക്സ് എന്താണ്? ചൈൽഡ് ബർത്ത്. എന്തോ? ചൈൽഡ് ബർത്ത് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു സെക്ഷൻ ആണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. ചൈൽഡ് ബർത്ത് പ്രോസസ്സുമായിട്ട്, പ്രസവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ ഗൈനക്കോളജി എന്തായിരിക്കാം? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ, അസുഖങ്ങളെ ഡയഗ്നോസ് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഡീൽ ചെയ്യുന്നത്. ക്ലിയർ ആണോ? Then notable functional area of the maternity ward. Maternity വാർഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏരിയാസ് ഏതെല്ലാമാണ്? ഫസ്റ്റ് വൺ റിസീവിംഗ് ഏരിയ. ഓക്കെ. മെറ്റേണിറ്റി വാർഡ് എന്താ? മെറ്റേണിറ്റി വാർഡ് എന്താ? ഗർഭിണികളുടെ. ഓക്കെ. അപ്പൊ മെറ്റേണിറ്റി വാർഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി അല്ലെങ്കിൽ ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ഓക്കെ. റിസീവിംഗ് ഏരിയ എന്താ? റിസീവിംഗ് ഏരിയ എന്താണ്? പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൺ എത്തിച്ചേരുന്ന ഫസ്റ്റ് ആ പ്ലേസ്, ആ ഏരിയയാണ് റിസീവിംഗ് ഏരിയ എന്ന് പറയുന്നത്. ഡോക്യുമെന്റേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഒക്കെ നടത്തുന്ന ആ ഏരിയയാണ് റിസീവിംഗ് ഏരിയയിൽ ഉൾപ്പെടുന്നത്. ക്ലിയർ ആണോ? ആൻഡ് എക്സാമിനേഷൻ ഏരിയ എന്താണ്? ഫസ്റ്റ് എത്തിച്ചേരുന്നത് റിസീവിംഗ് ഏരിയയിലാണ്. അതിനുശേഷം എങ്ങോട്ടേക്ക് പോകുന്നു? എക്സാമിനേഷൻ ഏരിയ. എന്താണ് എക്സാമിനേഷൻ ഏരിയ? നിരീക്ഷണം. കൂടുതൽ വിശദമായ പരിശോധനകൾക്കായിട്ട് പേഷ്യന്റിന് എന്ത് ചെയ്യുന്നു? ഇനീഷ്യൽ അസസ്മെന്റിന് വിധേയമാക്കുന്നതിനായിട്ട് പേഷ്യന്റിന് കൊണ്ടുപോകുന്ന ഒരു പ്രൈവറ്റ് റൂം ആണ് എക്സാമിനേഷൻ ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എക്സാമിനേഷൻ ഏരിയ. ഇനി എക്സാം ചെയ്തു, ഓക്കെ, പരിശോധനകൾ കഴിഞ്ഞു. അതിനുശേഷം എങ്ങോട്ടേക്ക് മാറ്റും? എങ്ങോട്ടേക്കാ കൊണ്ടുപോകുന്നത്? എന്താണ് പ്രീ ഡെലിവറി റൂം? ഡെലിവറിക്ക് ആ പേഷ്യന്റ് തയ്യാറാകുന്നവരെ, റെഡി ആകുന്നവരെ അവർ സ്റ്റേ ചെയ്യുന്നത് ഈ പ്രീ ഡെലിവറി റൂമിലായിരിക്കും, അല്ലെ? അപ്പൊ പ്രീ ഡെലിവറി റൂമിൽ അമ്മയുടെയും കുഞ്ഞിന്റെയും എല്ലാ വൈറ്റൽ സയൻസും ഒബ്സർവേഷനോ ഓക്കെ, എല്ലാ വൈറ്റൽ സയൻസും ചെക്ക് ചെയ്യുന്നതിന് ആവശ്യമായ എന്തോ
ഓക്കെ, ചെക്ക് ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ ഡിവൈസുകളും എന്താണ് ആ പ്രീ ഡെലിവറി റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? ഹാർട്ട് റേറ്റ് ഒക്കെ ചെക്ക് ചെയ്യാറില്ലേ? ഉണ്ട്. ആണോ? അതർവൈസ് മ്യൂട്ട് ചെയ്തോളൂ. എൻസോ സോ റിസീവിംഗ് ഏരിയ ക്ലിയർ ആണോ എല്ലാവർക്കും? എന്താണ് റിസീവിംഗ് ഏരിയ? എത്തിച്ചേരുന്ന ഡെലിവറിക്കായിട്ട് എത്തിച്ചേരുന്ന ഫസ്റ്റ് പ്ലേസ് ആണ്. അതിനുശേഷം എക്സാമിനേഷൻ ഏരിയ, കൂടുതൽ വിശദമായ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രൈവറ്റ് റൂം ആണ് എക്സാമിനേഷൻ ഏരിയ. അതിനുശേഷം എന്താണ് ഡെലിവറി ആകുന്നത് വരെ ആ ടൈം വരെ പേഷ്യന്റ് വെയിറ്റ് ചെയ്യുന്ന സ്റ്റേ ചെയ്യുന്ന റൂമാണ് പ്രീ ഡെലിവറി റൂം. അതിനുശേഷം എങ്ങോട്ടേക്ക് പോകുന്നു? ലേബറിന്റെ ആക്റ്റീവ് ഫേസ് എത്തുമ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്നു. ലേബർ റൂമിലേക്ക് ന്റെ പ്രത്യേകത എന്താ? ചൈൽഡ് പ്രോസസ്, പ്രസവം നടക്കുന്ന ഏരിയയാണ്, ചൈൽഡ് പ്രോസസ് നടക്കുന്ന ആ ഡിപ്പാർട്ട്മെന്റ് ആ ഏരിയയാണ് ലേബർ റൂം അല്ലെങ്കിൽ ഡെലിവറി റൂം എന്നറിയപ്പെടുന്നത്. അവിടെയും എന്താണ് അമ്മയുടെയും കുഞ്ഞിന്റെയും സേഫ്റ്റിക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഡിവൈസുകളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് റൂം ഏരിയ ഏതാണ്? പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. എന്താണത്? ഡെലിവറി കഴിഞ്ഞിട്ട് എല്ലാ ചൈൽഡ് ബർത്ത് പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അമ്മയെയും കുഞ്ഞിനെയും നെക്സ്റ്റ് ഷിഫ്റ്റ് ചെയ്യിക്കുന്നത് എങ്ങോട്ടേക്കായിരിക്കും? ഒബ്സർവേഷന് വേണ്ടി കൊണ്ടുപോകുന്നത് പോസ്റ്റ് ഒബ്സർവേഷൻ റൂമിലേക്കായിരിക്കും. ക്ലിയർ ആണോ? ഒബ്സ്റ്റെട്രിക്സ് എന്താണ്, ഗൈനക്കോളജി എന്താണ്, അതിലെ മെറ്റേണിറ്റി വാർഡിൽ ഉൾപ്പെടുന്ന ഏരിയാസ് ഏതെല്ലാമാണ്? ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണോ? നെക്സ്റ്റ് പാര നോക്കിക്കോളൂ. The labor room, also named as birthing unit in the hospital, is where childbirth takes place. Is one of the most versatile rooms in the hospital, which grants special facilities assuring safe prenatal care, delivery and immediate postnatal care for the mothers and infants. ഓക്കെ, അപ്പൊ ലേബർ റൂമിന്റെ മറ്റൊരു പേരെന്താണ്? ചൈൽഡ് ബർത്ത് പ്രോസസ് നടക്കുന്ന ആ ലേബർ റൂമിന് പറയുന്ന മറ്റൊരു പേരാണ് ബർത്തിങ് യൂണിറ്റ്. ഓക്കെ, BIRTHING, ബർത്തിങ് യൂണിറ്റ്. ശരിയാക്കിയോ? അത് ബർത്തിങ് എന്നാക്കിയോ? ബർത്തിങ് യൂണിറ്റ്. BIRTH, ബർത്ത്, ബർത്തിങ് യൂണിറ്റ്. BIRTHING, ബർത്തിങ് യൂണിറ്റ്. ഓക്കെ, സോ അമ്മയ്ക്കും കുഞ്ഞിനും എന്താണ് സുരക്ഷിതമായിട്ടുള്ള പ്രീനേറ്റൽ കെയർ. എന്താണ് പ്രീനേറ്റൽ കെയർ എന്ന് പറഞ്ഞാല്? പ്രീനേറ്റൽ കെയർ പ്രസവത്തിന് മുൻപുള്ള കെയർ. ഓക്കെ, പ്രീനേറ്റൽ കെയർ, അതേപോലെ ഡെലിവറി ആ പ്രസവത്തിന്റെ സമയത്തുള്ള കെയർ, അതേപോലെ പോസ്റ്റ് നേറ്റൽ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമുള്ള കെയർ എല്ലാം എന്താണ് ഉറപ്പാക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഹോസ്പിറ്റലിലെ വേഴ്സറ്റൈൽ റൂം ആണ് ലേബർ റൂം എന്ന് പറയുന്നത്. ഓക്കെ, അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായ എല്ലാ കെയറും പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റീസ് ഈ ലേബർ റൂമിൽ ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ അത്? A pregnant woman will go to the delivery room when she is in the active phase of labor. ലേബറിന്റെ ഒരു ആക്റ്റീവ് ഫേസിലായിരിക്കുമ്പോഴാണ്, ആ ഒരു സ്റ്റേജിലായിരിക്കുമ്പോഴാണ് എന്താണ് പ്രഗ്നന്റ് വുമൺ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. അതുവരെ എവിടെയായിരിക്കും അവര്? പ്രീ ഡെലിവറി റൂമിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷമാണ് ആക്റ്റീവ് ഫേസ് എത്തുമ്പോഴാണ് പേഷ്യന്റിനെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. The Labor Delivery Recovery Room, LDR, Labor Delivery Recovery Room. Okay, അതിന്റെ ഷോർട്ട് ഫോം ആണ് LDR. Labor Delivery Recovery Room are in charge of accommodating all kinds of delivery, providing maximum assurance and efficient obstetrical care. Okay, ഏതൊരു ടൈപ്പ് ഓഫ് ഡെലിവറി ആണെങ്കിലും, നോർമൽ ആണെങ്കിലും അതേസമയം സിസേറിയൻ ആണെങ്കിലും അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഈ ലേബർ റൂമിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണ്? ഒബ്സ്റ്റെട്രിക്കൽ കെയറിന് ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കും. In certain healthcare institution, LDR also known as LDRP suite. Okay, എന്താണ് LDRന്റെ മറ്റൊരു പേരാണ് ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെ അറിയപ്പെടുന്നത്? LDR ഏത് പേരിൽ അറിയപ്പെടുന്നത്? LDRP സ്യൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് LDRP സ്യൂട്ട്?
ലേബർ, ഡെലിവറി, റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം യൂണിറ്റ്, സോറി സ്യൂട്ട്. ക്ലിയർ ആണോ? LDR അല്ലെങ്കിൽ LDRP. It is one of the particular of the obstetrical department that grants all the required clinical facilities with quality infrastructure, sufficient supply of equipment, consumables and availability of well-trained human resources. So obstetrical departmentന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് പറയുന്നത്? എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? എങ്ങനെയാണ്? Quality infrastructure. Quality infrastructure. Okay, then infrastructure medical facilities. Then Sufficient supply of equipment. എല്ലാ എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കും. Then Consumable and availability of well-trained human resources. ഇതിനെ ട്രീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് വരുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് വരുന്ന വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളും ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? അത് ഇൻട്രൊഡക്ഷൻ പാർട്ട് ക്ലിയർ ആണോ? എന്താണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പഠിച്ചു, അതേപോലെ തന്നെ ഗൈനക്കോളജി, അതിനുശേഷം മെറ്റേണിറ്റി വാർഡിൽ ഉൾപ്പെടുന്ന ഏരിയാസ് പഠിച്ചു. ദെൻ LDR എന്താണ്? LDR Labor, delivery, recovery room. Labor, delivery, recovery and postpartum suite. Okay, then location. Next topic നോക്കിക്കോളൂ, ലൊക്കേഷൻ. ഓക്കെ, ഒരു ലേബർ റൂമിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം? This section should be located in a convenient but isolated area. എവിടെയായിരിക്കണം? കൺവീനിയന്റ് ആയിട്ടുള്ള എന്നാൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കണം ലേബർ റൂമിന്റെ ലൊക്കേഷൻ വരേണ്ടത്. ക്ലിയർ ആണോ? സൗകര്യപ്രദമായിട്ടുള്ള, അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട ഒരു ഏരിയയിലായിരിക്കണം ലേബർ റൂം വരേണ്ടത്. Then the labor room through remote must be reachable from the entrance of the department to stay away from unnecessary specific while also providing privacy to patients. Okay, അതിലെന്താ പറയുന്നത്? എൻട്രൻസിൽ നിന്നും, ആ ഡിപ്പാർട്ട്മെന്റിന്റെ എൻട്രൻസിൽ നിന്നും എളുപ്പത്തിൽ, മറ്റൊരു തടസ്സവും കൂടാതെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ലേബർ റൂമിന്റെ ലൊക്കേഷൻ വരേണ്ടത്. ക്ലിയർ ആണോ? കൺവീനിയന്റ് ആയിട്ടുള്ള, അതേപോലെ തന്നെ ഐസൊലേറ്റഡ് ഏരിയയിലായിരിക്കണം. ഓക്കെ, അതിന്റെ എൻട്രൻസിൽ നിന്നും എളുപ്പത്തിൽ ഈ ലേബർ റൂമിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിലായിരിക്കണം അതിന്റെ ലൊക്കേഷൻ വരേണ്ടത്. It should be not far from the operation theatre and surgical unit while facilitating the movement of patients, avoiding cross pollution. എന്താ പറയുന്നത്? ക്രോസ് പൊല്യൂഷൻ. ഒരു ഓപ്പറേഷൻ തിയേറ്റർ എങ്ങനെയായിരിക്കണം? ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്? ജെം ഫ്രീ ആയിരിക്കണം. ഓർക്കുന്നുണ്ട്? ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് എന്ന് പറയുന്നത് ജെം ഫ്രീ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ലേബർ റൂം എവിടെ ആയിരിക്കണം? ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്തായിരിക്കണം. ക്രോസ് കണ്ടാമിനേഷൻ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടി, റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ലേബർ റൂം ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്തായിരിക്കണം. ക്ലിയർ ആണോ? അതല്ല മറ്റെന്തെങ്കിലും സിസേറിയൻ ചെയ്യേണ്ടി വന്നാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയൊരു സർജറി ചെയ്യേണ്ടി വന്നാൽ ആ പേഷ്യന്റിനെ ലേബർ റൂമിൽ നിന്നും ഉടൻ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റേണ്ടതുണ്ട് അല്ലെ? അപ്പൊ അതിനടുത്തായിരിക്കണം ലേബർ റൂം വരേണ്ടത്. ക്ലിയർ ആണോ? ലൊക്കേഷൻ ക്ലിയർ ആണോ? എന്തൊക്കെയാ അതിൽ ഡിസ്കസ് ചെയ്തത്? ഒറ്റപ്പെട്ട ഏരിയയിലായിരിക്കണം. ഓക്കെ, എങ്ങനെയാണ്? കൺവീനിയന്റ് ആയിട്ടുള്ള ഐസൊലേറ്റഡ് ഏരിയയിലായിരിക്കണം, ഒറ്റപ്പെട്ട സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം ലേബർ റൂം വരേണ്ടത്. പിന്നെന്തായിരുന്നു? എൻട്രൻസിൽ നിന്നും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കണം. എൻട്രൻസിൽ നിന്നും മറ്റു തടസ്സങ്ങളൊന്നും കൂടാതെ എന്താണ് പേഷ്യന്റിന്റെ പ്രൈവറ്റ് ആയിട്ട് എന്താണ് ഒരു പ്രൈവസി നഷ്ടപ്പെടാത്ത രീതിയിൽ ലേബർ റൂമിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന രീതിയിലായിരിക്കണം പാസേജ് ഉണ്ടായിരിക്കേണ്ടത്. ദെൻ ഓപ്പറേഷൻ തിയേറ്റർ ജം ഫ്രീ ഏരിയ ആണ്. ക്രോസ് കണ്ടാമിനേഷൻ റിസ്ക്, ക്രോസ് പൊല്യൂഷൻ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും അടുത്തായിരിക്കണം. ഓക്കെ, OTയുടെ അടുത്തായിരിക്കണം ലേബർ റൂം സെറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അത് ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് ഡിസൈൻ. ഓക്കെ, ഒരു ലേബർ റൂം എങ്ങനെയായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്? ഏത് രീതിയിലുള്ളതായിരിക്കണം ലേബർ റൂം?
Labor room must be of enough size with large doors allowing passage of the bed or structure with attendants. എന്താ അതിൽ പറയുന്നത്? ലേബർ റൂം ആവശ്യത്തിന് വലിപ്പമുള്ള അതോടൊപ്പം തന്നെ ലാർജ് ഡോർസ്, വലിപ്പമുള്ള ഡോർസോട് കൂടിയ എന്താണ് ലേബർ റൂം ആയിരിക്കണം വേണ്ടത്. ഓക്കെ, സ്ട്രക്ചർ കൊണ്ടുപോകാനായിട്ട് അറ്റൻഡൻസിന് സ്ട്രക്ചറൊക്കെ കൊണ്ടുപോകേണ്ടതാണ് അല്ലെ. അപ്പൊ അതിന് തടസ്സം ഇല്ലാത്ത രീതിയിലായിരിക്കണം ഡോർസുകൾ സെറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ആവശ്യത്തിന് വലിപ്പമുള്ള ഡോർസോട് കൂടിയ ലേബർ റൂം ആയിരിക്കണം. Then the labor room complex should have enough light, power backup, ventilation, triage area, clean utility area, autoclave supply and common supplies such as towels, linen, etc. ഓക്കെ, എന്തൊക്കെ വേണം ആ കോംപ്ലക്സിന്? എന്തെല്ലാം പ്രത്യേകതകളുണ്ട്? എന്തൊക്കെയാ പറയുന്നത്? ഇനഫ് ലൈറ്റ്, ആവശ്യത്തിന് ലൈറ്റ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ പവർ ബാക്കപ്പ്, എന്താണ്? ഒരു ബ്രേക്കും ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പവർ സപ്ലൈ ചെയ്യുന്നതിനുള്ള ഡിവൈസുകൾ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. ദെൻ ട്രയേജ് ഏരിയ, എന്താ ട്രയേജ് ഏരിയ? ട്രയേജ് ഏരിയ എന്താണ്? പേഷ്യന്റിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള ഏരിയയാണ്. സിംറ്റംസിന്റെ ബേസിൽ പേഷ്യന്റിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള ഏരിയയാണ് ട്രയാജ് ഏരിയ. ഓക്കെ, പെയിനുമായിട്ട് എന്താണ് അധികം പേരും കുറച്ചു പേര് അധികം ആളുകൾ വന്നാൽ അവരെന്ത് ചെയ്യുന്നു? സിംറ്റംസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ? നല്ല പെയിൻ ഉള്ള ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? ലേബർ റൂമിലേക്ക് മാറ്റുന്നു. അല്ല, പെയിൻ വരുന്നത് വരെ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ അത്തരത്തിലുള്ള പേഷ്യന്റ് ആണെങ്കിൽ അവരെ പ്രീ ഡെലിവറി റൂമിലേക്ക് മാറ്റുന്നു. ഓക്കെ, അങ്ങനെ പേഷ്യന്റിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള ഏരിയയാണ് ട്രയേജ് ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇത് ട്രയേജ് ഏരിയ. ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ പിന്നെ വരുന്നതാണ് ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ. എന്താണ്? ക്ലീൻ ആയിട്ടുള്ള സ്റ്റെറൈൽ സപ്ലൈസ്, അതേപോലെ എന്താണ് ലേബർ റൂമിലേക്ക് ആവശ്യമായിട്ട് വരുന്ന മെറ്റീരിയൽസ് സൂക്ഷിക്കുന്ന ഏരിയയാണ് ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ. ദെൻ ഓട്ടോക്ലേവ് സപ്ലൈസ് എന്തായിരിക്കാം? സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ജെം ഫ്രീ ആക്കിയിട്ടുള്ള മെറ്റീരിയൽസ് സൂക്ഷിക്കുന്ന ഡിവൈസുകൾ കീപ്പ് ചെയ്യുന്ന ഏരിയ. ആൻഡ് കോമൺ സപ്ലൈസിൽ എന്തൊക്കെ വരാം? ടവൽസ്, ലിനൻസ്. ഓക്കെ, ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് എന്താണ് ഒരു ലേബർ റൂമിൽ ഉണ്ടായിരിക്കണം, ലേബർ റൂം കോംപ്ലക്സിന് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? എന്തൊക്കെയാണ് പറയുന്നത്? ആവശ്യത്തിന് ലൈറ്റ് വേണം, പിന്നെന്താണ്? പവർ സപ്ലൈ. പവർ സപ്ലൈ വേണം. ദെൻ വെന്റിലേഷൻ വേണം. ക്ലീൻ ആയിട്ടുള്ള മെറ്റീരിയൽ സൂക്ഷിക്കുന്നതിനുള്ളത്. ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ വേണം. പിന്നെ ട്രയേജ് ഏരിയ ക്ലാസിഫൈ ചെയ്ത് പേഷ്യന്റിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള ഏരിയയാണ്. സിംറ്റംസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള ഏരിയയാണ് ട്രയേജ് ഏരിയ. ഓക്കെ, ആ ഏരിയ കോംപ്ലക്സിൽ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ എന്താണ്? ഓട്ടോക്ലേവ് സപ്ലൈസ് ഉണ്ടായിരിക്കണം. ദെൻ കോമൺ സപ്ലൈസ്, അതായത് ലിനൻ, ടവൽ പോലുള്ള ഈ ഒരു കോംപ്ലക്സിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. ദിസ് ഏരിയ ഷുഡ് ബി ഡിസൈൻ ടു ബ്ലോക്ക് ഔട്ട് സൗണ്ട്, എൻഷുറിംഗ് ദാറ്റ് പേഷ്യൻസ് ക്യാൻ എക്സ്പീരിയൻസ് ഒപ്റ്റിമൽ കംഫർട്ട് ആൻഡ് റിലാക്സേഷൻ. ഫെസിലിറ്റീസ് ഫോർ എക്സാമിനേഷൻ, പ്രിപ്പറേഷൻ ആൻഡ് ഒബ്സർവേഷൻ ആർ ഓൾസോ അവൈലബിൾ. പിന്നെന്താ പറയുന്നത്? ലേബർ റൂം എന്ന് പറയുന്നത് സൗണ്ട് പ്രൂഫ് ആയിരിക്കണം. ഓക്കെ, സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള മറ്റ് ശബ്ദങ്ങളൊന്നും കയറാത്ത രീതിയിൽ സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള ഒരു റൂം ആയിരിക്കണം ലേബർ റൂം എന്ന് പറയുന്നത്. ഓക്കെ, പേഷ്യന്റിന്റെ റിലാക്സേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സൗണ്ട് പ്രൂഫ് ആയിരിക്കണം എന്ന് പറയാനായിട്ട്, കംഫർട്ടിന് വേണ്ടിയിട്ടാണ്. പിന്നെന്താ പറയുന്നത്? ഫെസിലിറ്റീസ്, എക്സാമിനേഷനുള്ള അതേപോലെ പ്രിപ്പറേഷൻ അതുമല്ലെങ്കിൽ ഒബ്സർവേഷനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഈ ലേബർ റൂം കോംപ്ലക്സിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാമോ? ഓക്കെ, ലേബർ റൂം ലാസ്റ്റ് പോയിന്റ് ആണോ? ലേബർ റൂം എങ്ങനെയായിരിക്കണം? സൗണ്ട് പ്രൂഫ് ആയിരിക്കണം. ഓക്കെ, പേഷ്യന്റിന്റെ കംഫർട്ടിന് വേണ്ടി മറ്റ് ശബ്ദങ്ങളൊന്നും ചെല്ലാത്ത രീതിയിൽ സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള ഒരു റൂം ആയിരിക്കണം ലേബർ റൂം ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ആ രീതിയിലായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത്. പിന്നെന്താ പറയുന്നത്?
എക്സാമിനേഷന് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും ലേബർ റൂമിൽ ഉണ്ടായിരിക്കണം. പിന്നെന്താണ് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളത്, അതേപോലെ തന്നെ ഒബ്സർവേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ലേബർ റൂമിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ഈ രീതിയിലായിരിക്കണം ലേബർ റൂം ഡിസൈൻ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ക്ലിയർ. യെസ് യെസ് മാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ LDR ഈ ലേബർ റൂമിനെ എന്താണ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 3 സോണുകളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫെസിലിറ്റീസ്, ഓക്കെ, അതേപോലെ തന്നെ ലേബർ വാർഡ് പ്രോട്ടോകോൾസ്, ഇത്രയും ടോപ്പിക് റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തത്? ഈ ലേബർ റൂമുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു? മാറ്റർനിറ്റി, ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് പഠിച്ചു അല്ലേ? അതിനുശേഷം എന്തായിരുന്നു? മാറ്റേണിറ്റി വാർഡ് വാർഡ് 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മെറ്റേണിറ്റി വാർഡിൽ ഉൾപ്പെടുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി ഓർ ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ഓക്കെ, റിസീവിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ആദ്യം വന്നു ചേരുന്ന പ്ലേസ് ആണ്. എക്സാമിനേഷൻ ഏരിയ എന്താണ്? നിരീക്ഷണ ഒബ്സർവേഷൻ. പരിശോധനക്ക് വേണ്ടി കൊണ്ടുപോകുന്ന പ്രൈവറ്റ് റൂം ആണ് എക്സാമിനേഷൻ ഏരിയ എന്ന് പറയുന്നത്. ദെൻ പ്രീ ഡെലിവറി റൂം, ഡെലിവറിക്ക് മുന്നേ അവിടെ ഇരുത്തുന്ന റൂം. പേഷ്യന്റ് സ്റ്റേ ചെയ്യുന്ന റൂമാണ് പ്രീ ഡെലിവറി റൂം. ദെൻ ഡെലിവറി റൂം എന്താണ്? അല്ലെങ്കിൽ ലേബർ റൂം, ചൈൽഡ് ബർത്ത് പ്രോസസ്സ് നടക്കുന്ന ആ റൂമിനെയാണ് ഡെലിവറി റൂം അല്ലെങ്കിൽ ലേബർ റൂം എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ചൈൽഡ് ബർത്ത് പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അമ്മയെയും കുഞ്ഞിനെയും ഷിഫ്റ്റ് ചെയ്യിക്കുന്നത് എങ്ങോട്ടേക്കാണ്? പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ. ക്ലിയർ ആണോ? ലേബർ റൂമിന്റെ മറ്റൊരു പേരെന്തായിരുന്നു? ബർത്തിങ് യൂണിറ്റ്. യൂണിറ്റ്. ദെൻ ഒബ്സ്റ്റെട്രിക് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? എന്തൊക്കെ സവിശേഷതകളാണുള്ളത്? ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ, സഫിഷ്യന്റ് സപ്ലൈ ഓഫ് എക്യുപ്മെന്റ്സ്, വെൽ ട്രെയിൻഡ് സ്റ്റാഫുകൾ. ഓക്കെ, ലേബർ റൂമിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം? ലൊക്കേഷനിൽ എന്തൊക്കെയാ പഠിച്ചത്? കൺവീനിയന്റ് ഒറ്റപ്പെട്ട റൂമിലായിരിക്കണം, ഐസൊലേറ്റ് ചെയ്ത ഏരിയയിലായിരിക്കണം. എൻട്രൻസിൽ നിന്നും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നിടത്തായിരിക്കണം. തടസ്സങ്ങളൊന്നും ഇല്ലാതെ എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലമായിരിക്കണം. ഓപ്പറേഷൻ തിയേറ്ററിനോട് അടുത്ത് തന്നെ ആയിരിക്കണം ലേബർ റൂം. അടുത്തായിരിക്കണം, ഓപ്പറേഷൻ തിയേറ്റർ അടുത്തായിരിക്കണം. ക്രോസ് പൊല്യൂഷൻ തടയുന്നതിന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിന് അടുത്തായിരിക്കണം. ലേബർ റൂമിന്റെ ഡോറ് വലിപ്പമുള്ളതായിരിക്കണം. സ്ട്രക്ചേഴ്സ് ഒക്കെ കൊണ്ടുപോകാൻ മറ്റേ സ്ട്രക്ചേഴ്സ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന തടസ്സമില്ലാത്തതായിരിക്കണം. വലിപ്പത്തിലുള്ള ലാർജ് ഡോർസ് ആയിരിക്കണം. അതേപോലെ തന്നെ ആവശ്യത്തിന് സൈസ് ഉള്ള ഒരു റൂം ആയിരിക്കണം ലേബർ റൂം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ്? പിന്നെ ലൈറ്റ്, പവർ ബാക്കപ്പ്, വെന്റിലേഷൻ, ട്രയേജ് ഏരിയ, യൂട്ടിലിറ്റി ഏരിയ, അതേപോലെ ഓട്ടോക്ലേവ് സപ്ലൈസ്, കോമൺ സപ്ലൈസ്, വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. ട്രയേജ് ഏരിയ, അത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. പേഷ്യന്റിന് സിംറ്റംസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള ഏരിയയാണ് ട്രയേജ് ഏരിയ. പിന്നെന്താ പഠിച്ചത്? ക്ലീൻ ആയിട്ടുള്ള മെറ്റീരിയൽ സൂക്ഷിക്കാൻ പറ്റിയ ഏരിയകള് പിന്നെ ജം ഫ്രീ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റിയ റൂമുകള്, ഓട്ടോക്ലേവ് സപ്ലൈസ്, സപ്ലൈസ്, ടവൽസ്, ലിനൻസ് അതൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എങ്ങനെയുള്ള റൂം ആയിരിക്കണം? സൗണ്ട് പിന്നെ പ്രൂഫ്, പുറത്തുനിന്നുള്ള സൗണ്ടും കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് കടക്കാൻ പാടില്ല. ശബ്ദങ്ങളൊന്നും അകത്തേക്ക് കടക്കാൻ പാടില്ലാത്ത തരത്തിലായിരിക്കണം അത് ഡിസൈൻ ചെയ്യേണ്ടത്. അതിന്റെ എക്സാമിനേഷനും ഒബ്സർവേഷനും ഒക്കെ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം, ഒബ്സർവേഷൻ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? യെസ് മാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞ ടോപ്പിക്കുകൾ റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നോ മാം. ഓക്കെ, ദെൻ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ ക്ലാസ്. യെസ് മാം.
താങ്ക് യു മാം. ഓക്കെ Thank you, മാം, ma'am. താങ്ക് യു. താങ്ക് യു മാം.